നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നടക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസത്തെ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യം നൽകുന്ന പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആർക്കെല്ലാമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക, ഈ 2000 രൂപയുടെ പെൻഷൻ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക്, സർക്കാരിൽ നിന്നോ മറ്റ് സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് മാസം 1000 രൂപയുടെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ച പെൻഷൻ അന്ന് 2 മാസത്തെ പെൻഷനാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഏപ്രിൽ മാസത്തെ പെൻഷൻ കുടിശ്ശികയാകുകയും മെയ് മാസത്തെ പെൻഷൻ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ 2 മാസത്തെ പെൻഷനാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. ഈ മാസം 25-ാം തീയതി ആയിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. 2000 രൂപയുടെ പെൻഷനാണ് അവർക്ക് ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ലഭിക്കുമോ, നമ്മുടെ പെൻഷൻ ആക്റ്റീവ് ആണോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പെൻഷൻ ബുദ്ധിമുട്ടുകളുണ്ടോ, പെൻഷൻ അക്കൗണ്ട് നമ്പർ ശരിയാണോ, ഇതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പെൻഷൻ സേവന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പറോ, അതില്ലെങ്കിൽ പെൻഷൻ ഐഡിയോ, ബാങ്ക് അക്കൗണ്ട് നമ്പറോ, അല്ലെങ്കിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അക്കൗണ്ട് നമ്പർ തിരുത്താനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും ഒരുപാട് ആളുകൾക്ക് ഈ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം അവരുടെ കാർഡിൻ്റെ കളറാണ്. അർഹതയുണ്ടായിട്ടും നിങ്ങൾ വെള്ള, നീല റേഷൻ കാർഡുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. അതിൽ ആദ്യത്തേത് തന്നെ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അളവാണ്. നിങ്ങളുടെ വീടിൻ്റെ അളവ് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായി തന്നെ ഒട്ടുമിക്ക ആളുടെയും കാർഡ് ചുവപ്പിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമില്ലാത്ത ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയില്ലാത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പെൻഷൻ പദ്ധതിയിൽ നമ്മൾ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ സെൻ്ററുകൾ വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയും പിന്നീടുള്ള കാര്യങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നീട് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്ന പെൻഷൻ സേവന സൈറ്റിൽ എത്താൻ സാധിക്കും. ഇങ്ങനെ പെൻഷൻ അപ്രൂവൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇതുവരെയും സർക്കാർ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള വയോജനങ്ങൾക്ക്, പ്രത്യേകിച്ച് 40-50 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെ